രാവിലെ തന്നെ ജിൻഡോ വലിയൊരു പരാതി ഉയർത്തിയിരിക്കുകയാണ്. തന്റെ ടീം തനിക്ക് വേണ്ടിയല്ല കളിച്ചത്, ടീം മെമ്പേഴ്സ് തന്നെ ചതിക്കുകയായിരുന്നു എന്നതാണ് ജിൻഡോ ഉയർത്തിയിരിക്കുന്ന ആരോപണം. എല്ലാവരും കയറി അതിനെ എതിർക്കുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ പറയരുത് ജിൻഡോ, അവരാരങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ജിൻഡോ പറയുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന ബോംബുകൾ മുഴുവൻ അവർ കണ്ടോർത്തിക്കൊക്കെ എറിഞ്ഞു കളിക്കുകയായിരുന്നു. അവരാരും ബോംബുകളൊന്നും എനിക്ക് ചോദിച്ചിട്ട് തന്നില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്റെ കൂടെ നിന്ന് ഗെയിം കളിക്കണം എന്നല്ലായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജാസ്മിനും ബാക്കി എല്ലാവരും എതിർക്കുന്നുണ്ട്. ഗബ്രി പറയുന്നുണ്ട് ഇയാളെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളൂ, ഒരു ടീമിൽ ഒരുമിച്ച് നിർത്തി കളിക്കാൻ കൊള്ളൂ, അത് എതിർ ടീമായിട്ട് മത്സരിക്കാനായിട്ട് കൊള്ളൂ, അത് പവർ ടീമിൽ ഇടാൻ കൊള്ളൂ, അത് ക്യാപ്റ്റനായിട്ട് കൊള്ളൂ. എവിടെ വന്നാലും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും, ഒരു കാര്യത്തിനും കൂട്ടാൻ കൊള്ളാത്ത ഒരാളായി പോയല്ലോ എന്ന് ഗബ്രി അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ജിൻഡോയെ കുറിച്ച്. ജിൻഡോയുടെ ആരോപണം എന്തെന്നാൽ അവിടെ ഇന്നലെ കളിച്ച സമയത്ത് ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ശ്രീതു ആണെന്നുണ്ടെങ്കിലും അവർ ബോംബുകൾ അവിടെ കൊടുത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവർ എറിഞ്ഞു കളഞ്ഞു ബോംബുകൾ എന്നുള്ളതാണ് അവിടെ പ്രശ്നം. അങ്ങനെയാണ് ജിൻഡോയ്ക്ക് ജയിക്കാൻ പറ്റാതിരുന്നത് എന്നാണ് അവിടെ ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ അതിന് അൻസിബ എതിർക്കുന്നുണ്ടായിരുന്നു. അൻസിബ പറയുന്നുണ്ടായിരുന്നു ആകെ 2 ബോംബെ അൻസിബ് എറിഞ്ഞിട്ടുള്ളൂ, അതുപോലെ 2-3 മാത്രമേ ശ്രീതു എറിഞ്ഞിട്ടുള്ളൂ, അതുപോലെ തന്നെ 2-3 മാത്രമേ ജാസ്മിൻ എറിഞ്ഞിട്ടുള്ളൂ, ബാക്കി മൊത്തം എറിഞ്ഞത് ജിൻഡോയാണ്. പിന്നെ എന്തിനാണ് ജിൻഡോ ഇങ്ങനെ പറയുന്നത്, ബോംബുകൾ ഓരോന്നായിട്ട് ജിൻഡോയുടെ കയ്യിലേക്ക് എടുത്തു തന്ന് ഞങ്ങൾ അല്ലേ എന്ന് അവിടെ അൻസിബ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അൻസിബ പറയുന്നത് ജിൻഡോടെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജിൻഡോ പറയുന്നത് ഇവരെല്ലാവരും തോന്നിയ സ്ഥലത്തേക്ക് എടുത്ത് എറിയായിരുന്നു, അവർക്ക് ടീമിന്റെ ഉള്ളിലേക്ക് എറിയണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവര് ടീമിന്റെ ഉള്ളിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന്. അപ്പൊ അഭിഷേക് വന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ജാസ്മിൻ എറിഞ്ഞതൊക്കെ ഞാൻ തട്ടി തെറിപ്പിച്ച് കളഞ്ഞിരുന്നു, അപ്പൊ അതെങ്ങനെയാ ശരിയാവുന്നത്, ഞാൻ പൊങ്ങി ചാടിയാണ് അടിച്ചത് എന്ന് അഭിഷേക് പറഞ്ഞ വഴിക്ക് ജിൻഡോ പറയുന്നുണ്ട് പൊങ്ങി ചാടിയല്ല അടിച്ചത്, അത് മുകളിലേക്ക് എറിഞ്ഞു കളയായിരുന്നു ജാസ്മിൻ എന്നാണ് അവിടെ ജിൻഡോ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് അവിടെ ഡിഫൻഡറായിട്ട് നിന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ജാസ്മിനും ജിൻഡോയുമാണ് ഡിഫൻഡറായിട്ട് നിന്നത്. എന്നിട്ടും ഋഷി എറിഞ്ഞത് മുഴുവൻ എങ്ങനെ ഉള്ളിലേക്ക് വീണു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ അല്ലേ അതൊക്കെ തടഞ്ഞിട്ടത്, അപ്പൊ ജിൻഡോയുടെ ഡിഫൻഡിങ്ങിന്റെ ഇതിൽ തട്ടിയിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് എല്ലാം വീണത്. അപ്പൊ പിന്നെ ജിൻഡോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ എന്നുള്ളത് വീട്ടിലെല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ജിൻഡോ വിട്ടുകൊടുക്കുന്നില്ല. ജിൻഡോ പറയുന്നത് ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് അവർ കളിച്ചില്ല, ടീമിനെതിരെയാണ് അവർ കളിച്ചത്, അവർക്ക് അവരുടെ ടീമിന് വേണ്ടി കളിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അവർ മുഴുവൻ കണ്ടത്തിലേക്കും പാടത്തിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെയാണ് ബോംബുകൾ എറിഞ്ഞ് കളിച്ചത് എന്നാണ് ജിൻഡോയുടെ ആരോപണം.